നിയമപരമായി എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് നിയമമായിട്ട് വേറെ മേൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ട്. പെർസിക്യൂഷൻ ചെയ്തതിൻ്റെ പേരിലൊക്കെ തന്നെ മലീഷ്യസ് പ്രോസിക്യൂഷനൊക്കെ നടത്തിയതിന് വേണം നടപടിക്ക് പോകുക. അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഏതായാലും ഇതൊരു എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എനിക്കൊരു അഭിമാനമുണ്ട്, ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഭഗവാൻ ശബരിമല ആത്മീയ സങ്കല്പത്തോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ ചെയ്തു എന്നുള്ള സംതൃപ്തി, അതിന് കോടതി അംഗീകാരം നൽകിയിരിക്കുന്നതാണ്. അന്ന് ശ്രീജിത്ത്, അന്നത്തെ അഡീഷണൽ DGP, അന്നത്തെ ADGP, എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് 18-ാം പടി പോലും രണ്ട് സ്ത്രീകളുമായിട്ട് ഫാത്തിമ റഹീന ഉൾപ്പെടെ ഉള്ളവരെ അങ്ങോട്ട് കടക്കാൻ വേറൊരു മാർഗവുമില്ല, ആർക്കും തടയാൻ സാധിക്കുന്നില്ല. ആ സമയത്താണല്ലോ എന്നോട് ബന്ധപ്പെട്ടുവെന്നും, ബന്ധപ്പെട്ടപ്പം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിൽക്കില്ല, ധൈര്യമായി അടച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നുള്ള ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇനി അവരെ കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു സാറിൻ്റെ ഒറ്റ വാക്ക് മതി എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടെന്നാണല്ലോ കേസ്. ആ കേസിലാണ് എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ വിധികളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, ദുരുദ്ദേശപരമല്ലത്, അതെൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇതാണ് കോടതിയുടെ വിധിയിൽ ഒരു ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം വകുപ്പുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത്തെ കോടതി പറയാത്ത ഒരു കാര്യം കൂടി പറയാം. എനിക്കെതിരായി എടുത്ത കേസ് സ്റ്റേറ്റിനെതിരായി യുദ്ധപ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. എന്താണെന്ന് എനിക്കറിയില്ല, അതറിയില്ല. ഇത്ര അജ്ഞതയുള്ളവരാണോ ഈ കേരളത്തിലുള്ള പോലീസുകാരും പ്രോസിക്യൂഷൻ ഭരണകൂടവും? ബേസിക് നോളജ് വേണ്ടേ? അങ്ങനെ ഒരു കാര്യം വരണമെങ്കിൽ 196 CRPC പറയുന്നു. ഈ ഒരു 5 വകുപ്പുകൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. രാജ്യദ്രോഹ കുറ്റം, ഇങ്ങനെയുള്ള 5 എണ്ണം. അത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രം, സാക്ഷിയോടുകൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബേസിക് തിങ് പോലും അറിയാത്തവരാണ് ഇത്രയും കാലം 6 കൊല്ലം വേട്ടയാടിയത്. അതുകൊണ്ട് നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷനൊക്കെ കേസിന് പോയാൽ എനിക്ക് വലിയ ചാൻസ് ഉണ്ട്. അത് വേണോ വേണ്ടോ എന്നുള്ളതിലൊന്നും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. ഇവിടുത്തെ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തോട് ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞാൻ പറയുന്നു, നിങ്ങളിത് വായിച്ച് ആത്മപരിശോധന നടത്തണം. നാളെ ഒരാൾക്ക് ഇത് വരുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, കോടതി പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സമാധാനപരമായി സമരം ചെയ്യാൻ കിട്ടിയ അസുലഭമായ സന്ദർഭമാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമല്ല. സമാധാനപരമല്ലാതെ ആരെയും കൊന്നൊടുക്കേണ്ടതല്ല, സംഘർഷം ഉണ്ടാക്കേണ്ടതല്ല എന്ന് അതിൻ്റെ അടി പറയുന്നു. ഇത് മാത്രം എടുത്തിട്ട് കേസ് ക്രൈം രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പം അത് തന്നെ നിൽക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊരുളല്ലേ എടുക്കേണ്ടത്. അതിൽ രാഷ്ട്രീയ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമുള്ള ഒരാൾ പ്രസംഗിക്കുമ്പം ആ പ്രസംഗത്തിൽ വരുന്ന വാക്കുകൾ വേദിക്കനുസരിച്ച് ഇപ്പം എൻ്റെ പാർട്ടിയുടെ അന്നത്തെ യുവമോർച്ചയുടെ അണികളെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അവരെ എല്ലാവരോടും കൂടെ നിങ്ങളെല്ലാം ഒന്നിനും വേണ്ടെന്ന് പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്, പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ വാക്കുകൾ അങ്ങനെ പോകും. അപ്പോൾ ആ ഒരു വാക്ക് ഏതെങ്കിലും ഉണ്ടോ എന്ന് എടുത്തിട്ട് കേസെടുക്കുന്നത് ഒരു വെള്ളരിക്കാപ്പട്ടണമാണ്. അതെൻ്റെ വെള്ളരിക്കാപ്പട്ടണം എൻ്റെ യൂസേജാണ്, അതിനകത്തില്ല, ജഡ്ജ്മെൻറ്റിലില്ല. ആ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരിക്കുന്ന പാർട്ടിയായാലും പ്രതിപക്ഷമായാലും ഇവരോടെല്ലാം ഞാൻ പറയുന്നു, ഇതൊക്കെ ചിന്തിക്കണം, ചില മാന്യതകൾ പുലർത്തണം. മറ്റൊരാളിനുണ്ടാകുന്ന വേദന നോൺ ബെയിലുള്ള ഒഫൻസായിരുന്നു. ഞാൻ ഒരിക്കലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോയില്ല. ഞാനവിടെ ജയിലിൽ കിടക്കാൻ തയ്യാറായിരുന്നു. സർവശക്തനായ ഞാൻ 8 തവണ ശബരിമല പോയ ആളാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരിക്കലും ഗാന്ധിയൻ മോഡൽ സമരമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ അതിലാണ് ഉറച്ചു നിന്നത്. ആ സമരവും ഒരു വലിയ അളവോടും അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പോയത്. അതൊക്കെ പിന്നെ വിവാദങ്ങളൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. അനീഷൊക്കെ ഇല്ല ഇവിടെ. അപ്പോൾ അവരൊക്കെ രാഷ്ട്രീയക്കാർ പറയേണ്ടതാണ്, ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. അപ്പോൾ ശരി, വളരെ സന്തോഷം. നിങ്ങളിപ്പം ഒന്നുമില്ല, എല്ലാവരും ഒന്നിച്ചിവിടെ വന്ന് എന്നെ കാണാൻ വന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.